ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ദ വൈ വൈ ഗേൾ എന്ന് പറയുന്നതിൻ്റെ ബാക്കിയാണ്. സോ ലുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ സൈഡ് ഫീറി, അതായത് അവൾ നമ്മളെ ബാബുവിൻ്റെ വീട്ടിലോട്ട്, ആ ലാൻഡ് ലോഡിൻ്റെ വീട്ടിലോട്ട് തിരിച്ച് ആടുകളെ കൊണ്ടാക്കാൻ പോകുമ്പോൾ താങ്ക് യു പറയണം മോളെ, നമുക്ക് അരി തന്നതിന് താങ്ക് യു പറയണം എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ. ഓക്കെ, അടുത്തതായിട്ട് നോക്കാം. വൈ ഷുഡ് ഐ? അപ്പം മൊയിനെ ചോദിക്കാണ്, ഞാൻ എന്തിനു ചെയ്യണം? നമ്മളിങ്ങനെ പറയത്തില്ലേ, ആര് ഞാനോ? ഇപ്പോൾ താങ്ക് യു പറയാൻ നോക്കിയിരുന്നോ, ഇങ്ങനെ പറയത്തില്ല. അതന്നെ മൊയ്ന സെഡ്, ഡോണ്ട് ഐ സ്വീപ് ദ കൗ ഷെഡ് ആൻഡ് ഡു 1,000 ജോബ്സ് ഫോർ ഹിം. ഐ സ്വീപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൃത്തിയാക്കുക എന്നാണ് കേട്ടോ. അതായത് തൂത്തുവാരുക, വൃത്തിയാക്കുക, അത് തന്നെ. ഞാൻ എന്തിനു താങ്ക് യു പറയണം? മൊയ്ന പറയാണ്, ഞാൻ എന്തിനു താങ്ക് യു പറയണം? ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരുപാട് 1000 പണിയെടുത്തു, പശുവിൻ്റെ ആ ഒരു തൊഴുത്ത് വൃത്തിയാക്കി. ഡസ് ഹി എവോ താങ്ക് മീ? വൈ ഷുഡ് ഐ? അദ്ദേഹം എപ്പോഴെങ്കിലും എന്നെ താങ്ക് ചെയ്തിട്ടുണ്ടോ? എൻ്റെ അടുത്തൊരു താങ്ക് യു പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പിന്നെ എന്തിനു പറയണം? ഇങ്ങനെ ചോദിക്കുകയാണ്. Saying this, Moina ran off. ഇത് പറഞ്ഞുകൊണ്ട് മൊയ്ന ഓടി. Moina had a number of other questions. She put these questions to people around her. അവൾക്ക് ചുറ്റുമുള്ള ആളുകളോട് അവൾ 1000 ചോദ്യങ്ങൾ ഇങ്ങനെ കൂട്ടി വെച്ചേക്കാണ്. അതെല്ലാം ചോദിക്കാൻ തുടങ്ങി. Why do I have to walk so far to the river to fetch water? ഞാൻ എന്തിനാണ് ഇങ്ങനെ അങ്ങ് ദൂരെയുള്ള കുളത്തിൽ നിന്ന്, നദിയിൽ നിന്നൊക്കെ പോയി വെള്ളം എടുക്കുന്നത്? Why do we live in a leaf hut? നമ്മൾ എന്തിനാണൊരു വൈക്കോല് കൊണ്ടുണ്ടാക്കിയ ഒരു പുഴയിൽ താമസിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കുടിലിൽ താമസിക്കുന്നത്? Why can't we eat rice twice a day? നമുക്ക് എന്തുകൊണ്ടാണ് 2 നേരം അരി കഴിച്ചുകൂടാത്തത്? No wonder the postmaster called her the വൈ വൈ ഗേൾ. ഇതിൽ ഒരു അതിശയവും ഇല്ല അല്ലേ, പോസ്റ്റ് മാസ്റ്റർ അവളെ വൈ വൈ ഗേൾ എന്ന് വിളിച്ചതിൽ. One day Moina came to live with me in my hut. അപ്പോൾ ഈ മീ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ എഴുത്തുകാരിനെയാണ്. അങ്ങനെ ഒരു ദിവസം മൊയ്ന എൻ്റെ ഹട്ടിൽ, എൻ്റെ കുടിലിൽ താമസിക്കാൻ വേണ്ടി വന്നു. അവർ സമിതി ടീച്ചർ മാലതി said to me, she will exhaust you with her voice. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ നിന്നെ എപ്പോഴും ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നിന്നെ എക്സോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശല്യപ്പെടുത്തുക, ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അവളുടെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട്. അങ്ങനെ ഈ സമിതി ടീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡാൻസും എഴുതാനും വായിക്കാനും ഒക്കെ പഠിപ്പിക്കുന്ന ആ ടീച്ചറാണ്. ആ ടീച്ചർ മാലതിയാണ് ഇത് പറയുന്നത്. ബട്ട് ഐ ഹാഡ് എ വണ്ടർഫുൾ ടൈം വിത്ത് മൊയ്ന. പക്ഷെ എനിക്ക് മൊയ്നയോട് ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. One night she asked me, why do you read books before you go to sleep? അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു രാത്രി മൊയ്ന എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എല്ലാ രാത്രിയും കിടക്കുന്നതിന് മുമ്പ് ബുക്ക് വായിക്കുന്നത്? ബിക്കോസ് ബുക്സ് ഹാവ് ദ ആൻസേഴ്സ് ടു യുവർ വോയിസ്. അപ്പം ഇങ്ങനെ അവൾ പറയാണ്, ആ എഴുത്തുകാരി പറയാണ്, കാരണം എഴുത്തുകാരിനെ നമുക്ക് കുട്ടു എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ കുട്ടു പറയാണ്, എന്താണ് കാരണം നിന്റെ വോയിസും നിന്റെ ക്വസ്റ്റ്യൻസിനെല്ലാം ഈ ബുക്കിൻ്റെ അകത്ത് ഉത്തരവുണ്ട്. ഐ റിപ്ലൈഡ് ആൻഡ് ഫോർ വൺസ് മൊയ്ന വാസ് സൈലന്റ് ഫോർ എ മൊമെന്റ്. അങ്ങനെ ഒരു നിമിഷത്തേക്ക് മൊയ്ന ഇങ്ങനെ സൈലന്റ് ആയിട്ട്, നിശബ്ദമായിട്ട് നിന്നു. Then she said, I will learn to read and find the answers to my questions. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്നും വായിച്ച എൻ്റെ ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ഞാൻ തന്നെ കണ്ടെത്താം. When Moina gazed the goats, she told the other children all that she had learned from me. Many stars are bigger than the sun, but they are far away, so they look small. ഓക്കെ, അങ്ങനെ മൊയ്ന ആടുകളെയൊക്കെ മേയിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും അവൾ അവളുടെ അടുത്തുള്ള കുട്ടികളോട് പറഞ്ഞു, കുട്ടുവിൻ്റെ കയ്യിൽ നിന്ന് പഠിച്ച കുറേ കാര്യങ്ങളൊക്കെ അവൾ ആ കുട്ടികളോട് പറഞ്ഞു. മെനി സ്റ്റാർസ് ആർ ബിഗ്ഗർ ദാൻ ദ സൺ. അതായത് ഒരുപാട് നക്ഷത്രങ്ങളും സൂര്യനേക്കാളും വലുതാണ്. ബട്ട് ദേ ആർ ഫാർ അവേ, സോ ദേ ലുക്ക് സ്മോൾ. അപ്പോൾ അവളിങ്ങനെ ആ കുട്ടികളോട് പറയാണ്, ഒരുപാട് നക്ഷത്രങ്ങളും സൂര്യനേക്കാളും വലുതാണ്, പക്ഷെ അവർ നമ്മളിൽ നിന്നും ഒരുപാട് ദൂരത്തായതുകൊണ്ടാണ് നമുക്കതിനെ ചെറുതായിട്ട് തോന്നുന്നത്. ദ സൺ ഈസ് നിയറർ, സോ ഇറ്റ് ലുക്സ് ബിഗ്ഗർ. നമ്മളെ ഒരു കുറച്ചടുത്താണ്, ആ സ്റ്റാറുകളെക്കാളും കുറച്ചുകൂടെ നമ്മളിലേക്ക് അടുത്തതാണ് സൂര്യൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്കതിനെ കുറച്ചുകൂടെ വലുതായിട്ട് കാണാൻ പറ്റുന്നത്. The fish do not speak
speak like us. They have a fish language which is silent. If the earth is round, did you know that? എന്താണ് അതിന് ചോദിക്കുകയാണ്, നമ്മളെപ്പോലെ ഫിഷുകൾ ഒരിക്കലും സംസാരിക്കില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ലാംഗ്വേജ് ഉണ്ട്. അത് സൈലൻ്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. പിന്നെ നമ്മുടെ ഭൂമി റൗണ്ട് ആയിട്ടാണ് ഇരിക്കുന്നത്. നിനക്കറിയാമോ ഇതൊക്കെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. I returned to the village a year later. അങ്ങനെ ഞാൻ കുറേ നാൾക്ക് ശേഷം വില്ലേജിലേക്ക് പിന്നെ തിരിച്ചു വരികയാണ്. One evening I visited Moina at her home. ഒരു ഈവനിങ്ങിൽ ഞാൻ മോയിനയെ വിസിറ്റ് ചെയ്തു. ഓക്കെ. She was sitting in the kitchen with her little sister and elder brother and speaking to them like a teacher. അവൾ ആ കിച്ചണിൽ ഇരിക്കുകയായിരുന്നു. അവളുടെ കൊച്ചനിയത്തിനോടും പിന്നെ വലിയ ആ ഒരു ചേട്ടനോടും സംസാരിച്ച ഒരു ടീച്ചറിനെ പോലെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടമാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക്, ഷെയർ, സപ്പോർട്ട് ചെയ്യാൻ. അത്രയുള്ളൂ. ബൈ.